ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഞാൻ എൻ്റെ മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു സിൽക്കിൻ്റെ നെറ്റ്. ഇത് 3 മീറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 58 രൂപയാണ് കേട്ടോ. മീറ്റർ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ കൂടെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഫ്രോക്ക് ചെയ്യണം, അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടും കൊടുക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ടൊരു ഫ്രോക്കിന് കട്ട് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ സ്ലീവ് ഞാനൊരു ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. ഷോർട്സ് കണ്ട ടൈമിൽ ഒരു സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു സ്ലീവ് ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് മോൾക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്ത ടൈമിൽ ആ ഒരു സ്ലീവിൻ്റെ വീഡിയോ ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഫ്രോക്കിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു സ്ലീവാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി തന്നെ എടുത്ത് കാണിക്കുന്നത് ആ ഒരു സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ തലേന്ന് ഇരുന്നിട്ടാണല്ലോ നമുക്ക് മക്കൾക്കൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനിരിക്കുക. അനുഭവമുള്ളവരുണ്ടാകും, ചിലപ്പോൾ അതിന് മുമ്പ് ചെയ്യണവരുണ്ടാകും. ഞാൻ അധികം ഇങ്ങനെ കേട്ടോ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ഇരുന്നിട്ടായിരിക്കും അന്നിടാനുള്ള ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിമ്പിളായിട്ട് തന്നെയാണ്. സാധാരണ യോക്ക് പാർട്ട് കട്ട് ചെയ്തു, പിന്നെ താഴ്ഭാഗത്ത് സ്കർട്ട് പാർട്ട് വരുന്നിടത്ത് ഫ്രില്ല് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ലീവാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സ്ലീവ് കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇതിൻ്റെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം മെറ്റീരിയലിൽ സൂചി ഒന്ന് കുത്തിയെടുത്തു. അതിന് ശേഷം ഞാൻ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ അതൊരു 5 എണ്ണമാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ആ ഒരു വലിയ ബീഡ്സ് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ചെറിയൊരു ബീഡ്സും കൂടെ കൊടുത്തു. എന്നിട്ട് ആ ലാസ്റ്റ് കൊടുത്ത ബീഡ്സ് ഒന്നും കൂടെ ഒന്ന് നീക്കി വെച്ചിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ബാക്കിയുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ സൂചി മേലേക്ക് എടുത്തിട്ട് അവിടെ ഒന്ന് തുന്നി കൊടുത്തു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഹാങ്ങിങ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടിൽ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും ഞാൻ പറഞ്ഞല്ലോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. നെറ്റിൻ്റെ ഫ്രോക്കൊക്കെ ഇടാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നെയിം സിൽക്കി നെറ്റ് അങ്ങനെ എന്തോ ഒരു നെയിം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നെറ്റിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു കട്ടി വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയലിന് അത്യാവശ്യം തിക്നെസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയിലും കിട്ടുന്നുണ്ട് കേട്ടോ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട്. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ യോക്ക് പാർട്ടിൽ ആ ഒരു ബീഡ്സും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ സിബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളിയും കൂടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ വിശേഷങ്ങൾ. ഞാൻ മോളിട്ടിട്ടുള്ളൊരു വീഡിയോ കൂടെ അതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ.